പ്യാരെ ബച്ചോ ആദാബ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 7ാം ക്ലാസ്സിലെ വഴികാട്ടി വർക്ക്ഷീറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. കേലേം കൂതേ എന്ന പാഠത്തിലെ ഏതാനും ചില പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇനി ഇന്നത്തെ വർക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ബാഗ് മേ രംഗ് ബിരംഗെ ഫൂൽ ഹെ. ബാഗ് കി ഖൂബ്സൂരതി കെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖിയെ. ഈ പാഠത്തിലെ മറ്റൊരു പ്രവർത്തനം ആണിത്. എന്താണ് ഒന്ന് നോക്കാം. ബാഗ് മേ രംഗ് ബിരംഗെ ഫൂൽ ഹെ. കുട്ടികളെ, ബാഗിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ട്. ബാഗിൽ പല നിറത്തിലുള്ള പൂക്കളുണ്ട്. ബാഗ് കി ഖൂബ്സൂരതി കെ ബാരെ മേ ചന്ദ് ജുംലെ ലിഖിയെ. ബാഗിൻ്റെ മനോഹാരിതയെക്കുറിച്ച്, സൗന്ദര്യത്തെക്കുറിച്ച് ചില ജുംലകൾ എഴുതുക എന്ന പ്രവർത്തനമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ വരികളിൽ നാം ബാഗിൻ്റെ മനോഹാരിതയെക്കുറിച്ച്, ബ്യൂട്ടിയെക്കുറിച്ച് ചില വാചകങ്ങൾ എഴുതണം അല്ലേ? അപ്പോൾ ഇവിടെ തന്ന വാചകം നോക്കൂ. ബാഗ് മേ ആകാശ് കെ താരെ കി തര ഫൂൽ ഹെ. ബാഗ് മേ ആകാശ് കെ താരെ കി തര ഫൂൽ ഹെ. പൂന്തോട്ടത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ള പൂക്കളുണ്ട്. അത് നമ്മൾ പഠിച്ച പാട്ടുണ്ട്. ഏത്? ഖേലേം കൂതേ എന്നതിൽ നമ്മൾ പഠിച്ച പാട്ടിലുണ്ട്. ജേസേ ഹും ആകാശ് മേ താരെ. കണ്ടില്ലേ? ജേസേ ഹും ആകാശ് മേ താരെ. ഈ വരിയിൽ നിന്നാണ് ആ ബാഗിനെ കുറിച്ചുള്ള ആ വരികൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് വരി ഒന്നുകൂടി നോക്കാം. ബാഗ് മേ ആകാശ് കെ താരേക്ക് തര ഫൂൽ ഹെ. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ള പൂക്കളുണ്ട്. ഇനി ബാഗിനെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം എഴുതാം? ബാഗ് മേ देखिए, ബാഗ് മേ രംഗ് ബിരംഗെ ഫൂൽ ഹെ അല്ലേ? ബാഗ് മേ രംഗ് ബിരംഗെ ഫൂൽ ഹെ. പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ട് അല്ലേ? ബാഗ് മേ രംഗ് ബിരംഗെ ഫൂൽ ഹെ. ബാഗിൽ പലതരത്തിലുള്ള പൂക്കളുണ്ട്. ഇതുതന്നെ മറ്റൊരു രൂപത്തിൽ എഴുതാം. ബാഗ് മേ നീലെ പീലെ. നീലെ പീലെ എന്ന് പറഞ്ഞാൽ എന്താ? നീലെ പീലെ എന്ന് പറഞ്ഞാൽ നീല നിറത്തിലുള്ള, മഞ്ഞ നിറത്തിലുള്ള അല്ലേ? നീലെ പീലെ ലാൽ ഓർ സഫേദ് രംഗ് കെ ഫൂൽ ഹെ. ആദ്യത്തെ പല നിറത്തിലുള്ളത് എന്ന് പറഞ്ഞു. അതിനെ തന്നെ മറ്റൊരു രൂപത്തിൽ എഴുതിയതാണ് നീലയും മഞ്ഞയും വെള്ളയും ചുവപ്പും നിറത്തിലുള്ള പൂക്കളുണ്ട് എന്ന രീതിയിലേക്ക് അത് മാറ്റി എഴുതാൻ സാധിക്കും. അതിൽ പൂക്കൾ മാത്രമാണോ ഉണ്ടാവുക? പൂമ്പാറ്റകളും ഉണ്ടാവും അല്ലേ? പൂന്തോട്ടത്തിൽ പൂക്കളോടൊപ്പം മനോഹരമായ പൂമ്പാറ്റകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബാഗ് മേ രംഗ് ബിരംഗി. രംഗ് ബിരംഗി പറഞ്ഞാൽ പല നിറത്തിലുള്ള. രംഗ് ബിരംഗി തിത്തലിയാഹൈ പൂമ്പാറ്റകൾ ഉണ്ട്. അപ്പോൾ ബാഗിൽ പൂലുണ്ട് എന്ന് പറഞ്ഞു. അതിനെ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ എന്ന് പറഞ്ഞു. ബാഗ് മേ രംഗ് ബിരംഗി തിത്തലിയാഹൈ പൂമ്പാറ്റകൾ എന്ന് പറഞ്ഞു. ഇനിയോ ബാഗ് മേ എന്തുണ്ടാവും? പാർക്കുകളും ഊഞ്ഞാലുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലേ? അപ്പോൾ ബാഗ് മേ ജൂലാ ഹെ. ബാഗ് മേ ജൂലാ ഹെ. പൂന്തോട്ടത്തിൽ ഊഞ്ഞാലുണ്ട് അല്ലേ? ബച്ചേ ബാഗ് മേ ഖേൽത്തേ ഹെ. ആ ഊഞ്ഞാലുകളും പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ ആ പൂന്തോട്ടത്തിൽ കളിക്കുന്നു അല്ലേ? ബച്ചേ ബാഗ് മേ ഖേൽത്തേ ഹെ. പൂന്തോട്ടത്തിൽ കളിക്കുന്നു. ഇനി ബാഗ് ഖൂബ്സൂരത്ത് ഹെ എന്നൊക്കെ എഴുതാം അല്ലേ? ബാഗ് വളരെ മനോഹരമാണ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഈ തരത്തിൽ എന്ത് ചെയ്യണം? നമ്മളിവിടെ ബാഗിനെക്കുറിച്ച് സെൻറ്റൻസ് എഴുതണം. ഈ സെൻറ്റൻസ് എഴുതാനുള്ള പ്രവർത്തനമാണ്. ഇനി ഈ പാട്ടിൽ നിന്ന് നമുക്ക് എഴുതിക്കൂടെ? ദേഖിയേ കലിയാ പ്യാരി പ്യാരി. അവിടെ നമുക്ക് എന്ത് ചെയ്താം? ബാഗ് മേ ക്യാരി ക്യാരി അല്ലേ? പ്യാരി പ്യാരി കലിയാ ഹെ. പ്യാരി പ്യാരി
കലിയാഹെ. ഇത് നാം പാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതിയതാണ്. ഈ തരത്തിൽ പാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് എഴുതാൻ കഴിയും. ബാഗ് കി, ഓക്കെ, ഗഹരെ ഗഹരെ അല്ലേ, ബാഗ് മേ ഗഹരെ और हल्के फूल है. बाग में गहरे और हल्के फूल है. കടും നിറത്തിലുള്ളതും ഇളം നിറത്തിലുള്ളതുമായ പൂക്കൾ പൂന്തോട്ടത്തിൽ ഉണ്ട് അല്ലേ. ഈ രീതിയിലെല്ലാം നമുക്കെന്ത് ചെയ്യാം, നമുക്ക് സെൻറ്റൻസ് എഴുതാം അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ സെൻറ്റൻസുകൾ എഴുതി ഈ വർക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വർക്ക്ഷീറ്റിലെ ഈ പ്രവർത്തനം പൂർത്തീകരിക്കണം. സെൻറ്റൻസ് എഴുതാനുള്ളത് അച്ചേ അച്ചേ ഫൂൽ ഹേ എന്നും പ്യാരെ പ്യാരെ ഫൂൽ ഹേ എന്നും ആ രീതിയിലൊക്കെ നമുക്കെന്ത് ചെയ്യാം, സെൻറ്റൻസുകൾ എഴുതി ചേർക്കാൻ സാധിക്കും. അങ്ങനെ സെൻറ്റൻസ് എഴുതാം. ഇനി ഒരു പ്രാവശ്യം കൂടി നോക്കാം. ബാഗ് മേ രംഗ് ബിരംഗെ ഫൂൽ ഹേ, बाग में नीले पीले लाल और सफ़ेद रंग के फूल है. बाग में रंग बिरंगी तितलियाँ है. बाग में झूला है, बच्चे बाग में खेलते हैं. बाग में प्यारी प्यारी कलियाँ है. बाग में गहरे और हल्के फूल है. നമ്മൾ ഇത്രയും സെൻറ്റൻസ് എഴുതി ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന മറ്റു സെൻറ്റൻസുകൾ കൂടി എഴുതി ഈ നമ്മുടെ സെൻറ്റൻസ് എഴുതാനുള്ള ഈ പ്രവർത്തനം ഭംഗിയായി എല്ലാവരും ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഖേലേം ഖൂദേ എന്ന പാഠത്തിലെ അടുത്ത പ്രവർത്തനം എന്താണ്? നീച്ചെ ദിയേ ഹുയേ അഷാർ തറന്നും സേ ഗായേ ഓർ ചന്ദ് മിസ്രെ ബനായേ. താഴെ കൊടുത്തിരിക്കുന്ന വരികൾ തറന്നും സേ ഗായേ ഈണത്തിൽ പാടാം, ഓർ ചന്ദ് മിസ്രെ ബനായേ കുറച്ച് വരികൾ എഴുതാം. തറന്നും എന്ന് പറഞ്ഞാൽ ഈണമാണ്, രീതിയിൽ പാടിയിട്ട് കുറച്ച് വരികൾ എഴുതാനുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 4 വരികൾ എഴുതാനുണ്ട്. 4 വരികൾ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഈ 4 വരികൾ ആവോ ആവോ ബാഗമേ ജായേം ബാഗമേ ജായേ ജി ബഹലായേ ചൽക്കർ ദേക്കേം പൂലരംഗീലെ നീലെ പീലെ എന്ന 4 വരികൾ നമ്മൾ പഠിച്ച പാട്ടാണ് അല്ലേ. ഈ പാട്ടിൻ്റെ അതേ ഈണത്തിൽ വരുന്ന അതുപോലെയുള്ള 4 വരികൾ നമ്മൾ താഴെ എഴുതണം. അപ്പോൾ ആവോ ആവോ ബാവമേ ജായേം എന്നതിന് പകരം നമുക്ക് ഭാവമൊക്കെ മാറ്റിയിട്ട് മറ്റു പല സ്ഥലങ്ങൾ എഴുതിയിട്ട് ഈ 4 വരികൾ എഴുതാവുന്നതാണ്. ഇങ്ങനെ ഈ 4 വരികൾ എഴുതി ഇതുപോലെയുള്ള സമാനമായ ശൈലിയിൽ വരുന്ന രീതിയിൽ വരുന്ന 4 വരികൾ എഴുതാനുള്ള പ്രവർത്തനമാണ്. ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ബച്ചോ, നാം കണ്ട 4 വരിക്ക് സമാനമായിട്ടുള്ള മറ്റു 4 വരികൾ നാം തയ്യാറാക്കാൻ പോവുകയാണ്. എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ അതിൽ കണ്ടത് ആവോ ആവോ ബാഗമേ ജായേ എന്നതാണ് നമ്മൾ ആ പാട്ടിൽ ആദ്യമായിട്ട് കണ്ടത്. അവിടെ നമുക്ക് ആവോ ആവോ ബാഗ് എന്നതിന് പകരം മൈദാൻ എന്നാക്കാം അല്ലേ. ആവോ ആവോ മൈദാൻ ജായേ ഒരുപോലെ ആയില്ലേ. ആവോ ആവോ ബാഗമേ ജായേ എന്നുള്ളതിന് പകരം ആവോ ആവോ മൈദാൻ ജായേ. മൈതാനത്തിൽ പോയാലും എന്താവും, നമ്മളെ സംബന്ധിച്ചിടത്തോളം ജി ബഹലായ അല്ലേ, മനസ്സിനെ സമാധാനിപ്പിക്കാം എന്നാണ് ജി ബഹലായ എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ ഒരുപാട് പഠിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് സമയം കളിക്കാൻ സമയം കിട്ടിയാൽ ജി ബഹലായ മൈദാൻ ജായേം ജി ബഹലായം എന്ന് തന്നെ എഴുതാം. 2ാമത്തെ വരിയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താണ്. 3ാമത്തെ വരിയിൽ മൈതാനത്ത് പോയി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുക? കളിക്കും അല്ലേ, കളിക്കും, ചാടും അല്ലേ, പിന്നെയോ ഓടും. അപ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഖേലേം കളിക്കാം അല്ലേ. ഖേലേം ഖൂദേം ദൗഡ് ലഗായേ. ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിച്ച പദം വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു 4 വരി ഉണ്ടാക്കാൻ പോവാണ്. ഖേലേം ഖൂദേം ദൗഡ് ലഗായേ. ഓക്കെ, ഖേലേം ഖൂദേം ദൗഡ് ലഗായേ. ഇനി നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കാൻ ഒരു വരിയും കൂടി വേണം. അപ്പോൾ നമ്മൾ തൽക്കാലം ഷാം ഹുയീത്തോ വാപ്പസ് ജായേ, ഷാം ഹുയീത്തോ വാപ്പസ് ജായേ. വൈകുന്നേരമായാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. കളിയൊക്കെ മതിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഷാം ഹുയീത്തോ വാപ്പസ് ജായേ. അപ്പോൾ 4 വരികൾ നമ്മൾ എഴുതി. ആവോ ആവോ മൈദാൻ ജായേം മൈദാൻ ജായേം ജി ബഹലായേ ഖേലേം ഖൂദേം ദൗഡ് ലഗായേ ഷാം ഹുയീത്തോ വാപ്പസ് ജായേ. എല്ലാവരും ഇതുപോലെ വരികൾ എഴുതുക. നമ്മൾ ഓൺലൈൻ ക്ലാസ് പറഞ്ഞ സമയത്ത്
ഇതുപോലെയുള്ള 4 വരികൾ നമ്മൾ തയ്യാറാക്കിയിരുന്നു അല്ലേ? ആ സമയത്ത് നമ്മൾ മൈതാനത്തേക്കല്ല പോയത്, നമ്മൾ ബാസാറിൽ പോയി മിഠായി വാങ്ങിയിട്ട് വീട്ടിൽ വരാം, വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഭക്ഷിക്കാം എന്നുള്ള രീതിയിൽ മനോഹരമായൊരു 4 വരി അന്ന് തയ്യാറാക്കിയിരുന്നു. അതും എഴുതാം, അതല്ലെങ്കിൽ ഇതും എഴുതാം. ഇതുപോലെ നിങ്ങൾക്ക് മൈതാൻ എന്നതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു സ്ഥലങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഇതുപോലെ വരികൾ ഉണ്ടാക്കിയിട്ട് എഴുതാൻ കഴിയുകയാണെങ്കിൽ അങ്ങനെയും എഴുതാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഭംഗിയായിട്ട് നിങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുക. നല്ലോണം നോക്കിയിട്ട് എഴുതുക, അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എഴുതുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിർത്താം. ശുക്രിയ. ഖുദാ ഹഫീസ്.